നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. ചെറിയൊരു ഗ്യാപ്പായി പോയി. പനി കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. റിക്കവർ ചെയ്ത് വരുന്നു. നിങ്ങളുടെ എല്ലാ സുഖ വിവരങ്ങൾക്കും നന്ദി. മാർക്കറ്റിലിപ്പോൾ US മാർക്കറ്റിലുണ്ടായ ഒരു കറക്ഷനാണ് ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ന് ബാധിച്ചത്. ഈ ഒരു കാര്യം നമ്മൾ 2 ദിവസം മുമ്പേ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മൂഡീസ് US ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്ത വിവരം. ആ ദിവസം US മാർക്കറ്റോ ഇന്ത്യൻ മാർക്കറ്റോ ഫോളോ ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്നലെയാണ് US മാർക്കറ്റ് ഏകദേശം ഒരു 800 പോയിന്റിലധികം ഫോളോ ആയതും അതുവഴി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഫോളോ ആയതും. ആദ്യം നമുക്ക് എന്താണ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു സ്ഥാപനം, കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇവരുടെ ഈ ലോൺ റീപേയ്മെന്റ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന ഇതാണ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. AAA എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ക്രിസിലാണ്. ക്രിസിൽ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. അതുപോലെ US-ലുള്ള 3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഒന്ന് മൂഡീസ്, 2 S&P, മൂന്നാമതുള്ളത് ഫിച്ച്. അപ്പൊ ഇവർക്ക് 3 കമ്പനിക്കും വ്യത്യസ്തമായ ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. ഉദാഹരണത്തിന് AAA എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ A2A വേറൊരു റേറ്റിംഗ് ആണ്. A1, A2, A3 ഇതെല്ലാം തന്നെ ഇതിന്റെ AAA ആണ് ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ളത്. അതായത് AAA ഉള്ള ബോണ്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ലോണുകളെല്ലാം തന്നെ റീപേയ്മെന്റ് ചെയ്യും, റിസ്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതായത് B2A എന്ന് പറഞ്ഞാൽ റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ റേറ്റിംഗ് AAAയിൽ നിന്ന് മൂടി കഴിഞ്ഞ ദിവസം അതിനെ കുറച്ചിട്ടുണ്ട്. അതായത് റിസ്ക് കൂടുതലാണ് എന്നുള്ള രീതിയിൽ ഈ മൂഡീസ് കഴിഞ്ഞ ദിവസം ക്രെഡിറ്റ് റേറ്റിംഗ്സ് ഡൗൺഗ്രേഡ് ചെയ്തു. ഈ രീതിയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്യുമ്പോൾ ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് കൂടും. കാരണം റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടിയാണ് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ലോൺ എടുക്കുന്നതിന് കൂടുതൽ തുക ചെലവാകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ധാരണ. അപ്പൊ ഈ കാരണം കൊണ്ട് തന്നെ ബോണ്ട് ഈൽഡ്, US-ലെ ട്രഷറി ബോണ്ട് ഈൽഡ് സ്പൈക്ക് ചെയ്തു. 2023 ശേഷം ഉണ്ടായ വലിയൊരു സ്പൈക്കാണ്. ബോണ്ട് ഈൽഡ് സ്പൈക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായ രീതിയിലും ഈ ഇക്വിറ്റി മാർക്കറ്റ് ഈ ബോണ്ട് മാർക്കറ്റിനേക്കാളും ലുക്രേറ്റീവ് ആകില്ല. FIs സ്വാഭാവികമായ രീതിയിൽ ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇവിടുത്തെ മേജർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് FIs ആണ്. അപ്പൊ അവിടെ ബോണ്ടിൽ ഇത്ര നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ കാരണം കൊണ്ടാണ് ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു റേറ്റിംഗ് US-ൽ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ളത് അത് വലിയൊരു കൺസേൺ ആണ് US മാർക്കറ്റിൽ. കാരണം ഓൾറെഡി തന്നെ $32 ബില്യൺ ഡെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് 1.62 ബില്യൺ ഡെപ്റ്റ് ആഡാകും. ഇതുപോലെ തന്നെ റേറ്റിംഗ് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ അവിടുത്തെ ലോൺ പ്രോസസ്സ് എക്സ്പെൻസീവ് ആവും എന്നുള്ളതാണ് ഇപ്പോഴുള്ള US മാർക്കറ്റിന്റെ അവസ്ഥ. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം ഇപ്പോൾ ചർച്ച ചെയ്തു പോരുന്ന നെഗറ്റീവായിട്ടുള്ള വാർത്തയുടെ പിന്നിലുള്ള തിയറിറ്റിക്കലായിട്ടുള്ള കാര്യം. ഇനി പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുമ്പോൾ മേ ബി നാളെ ബൗൺസ് ബാക്ക് ചെയ്തേക്കാം, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ തിയറിറ്റിക്കലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇക്വിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഫിനാൻഷ്യൽ ടേമുകൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ധാരണകൾ കിട്ടിയെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ധാരണയായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ മാർക്കറ്റിലേക്ക് വരാം. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. സെൻസെക്സ് 645 പോയിന്റിന്റെ ഒരു ഫോൾ ഉണ്ടായി. 1% ആണ് ഫോൾ ആയിട്ടുള്ളത്. മേജർ റീസൺ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. FMCG IT സ്റ്റോക്കുകളെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു ഫോള് നമ്മൾ വിറ്റ്നസ് ചെയ്തു. ONGC ആണ് ലോവസ്റ്റ് ഡ്രാഗേഴ്സ് ആയിട്ടുള്ളത്. നിഫ്റ്റിയിൽ 3% ഫോള്. ഇവരുടെ 20% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ കുറവ് വന്നതാണ് കാരണം. കോൾഗേറ്റ് പാമോലീവ് കമ്പനി US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി. അവർ ഇത് 6% ഫോൾ ഉണ്ടായി. ഇവരുടെ റവന്യൂ ഫോള് ആയിട്ടുണ്ട് Q4 റിസൾട്ടിന് ശേഷം. വീണ്ടും ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും ഒരു പ്രശ്നം ആകുമോ എന്നുള്ള കാര്യമുണ്ട്. കാരണം NSEയുടെ എല്ലാം തന്നെ ഈ വ്യാഴാഴ്ചയിലെ എക്സ്പയറി അത് ട്യൂസ്ഡേയിലേക്കൊക്കെ മാറ്റും. അത് ഓൾറെഡി തന്നെ ധാരണ ആയിരുന്നു. പിന്നീട് അത് റിജക്ട് ചെയ്തു. വീണ്ടും അത് ആ ഒരു ന്യൂസ് പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് BSE സ്റ്റോക്ക് 4% ഒരു ഫോൾ ഉണ്ടായത്. കാരണം എന്താ, ഓൾറെഡി തന്നെ BSEയുടെ സെൻസെക്സിന്റെ എക്സ്പയറി ട്യൂസ്ഡേ ഉണ്ട്. അപ്പൊ BSEയുടെ റവന്യൂ കുറയുമെന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്. ഇനി അത് വന്നാൽ തന്നെ അത് ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാവും. ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് എല്ലാം തന്നെ അവർക്ക് പുതിയൊരു ഓർഡർ കിട്ടി. 25,000 രൂപയുടെ ഒരു പ്രൊജക്ട് ഓർഡർ കിട്ടി.
അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി. NTPC ഗ്രീനും കേരളത്തിൽ നിന്ന് ഇവർക്ക് ഒരു ബാറ്ററി എനർജി സ്റ്റോറേജിന്റെ ഓർഡർ കിട്ടി. NTPC ഗ്രീൻ ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോ റെമഡീസ് കമ്പനി ഇവർ 7% ഫോള് രേഖപ്പെടുത്തി. ഇവരുടെ റവന്യൂ 12% ഇടിഞ്ഞതാണ് കാരണം. അതുപോലെ ബാർബക്യൂ നേഷൻ കമ്പനി ഹോട്ടൽ ചെയിനാണ്, ഇവർ 1 കോടി രൂപ നഷ്ടം ഉള്ളത് 20 കോടി രൂപ നഷ്ടം ക്വാർട്ടർ ടു ക്വാർട്ടർ അടിസ്ഥാനത്തിൽ വർദ്ധിച്ചു. ഇനി മറ്റുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നാളെ പോകുന്നുണ്ട്. ഇന്ന് ഒരു കമ്പ്യൂട്ടർ നോക്കാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരുപാട് കമ്പനീസിൻ്റെ എല്ലാം തന്നെ IPO ഉണ്ട്. അതായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10,000 കോടി രൂപയുടെ IPO ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ബൾസിൻ ഇൻഡസ്ട്രീസ് കമ്പനിയുടെ IPO ഓൾറെഡി തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു ഹോട്ടൽ ചെയിൻ്റെ IPO വരുന്നുണ്ട്. ഏജിസ് വോപാക് തെർമലിൻ്റെ IPO വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് IPOs എല്ലാം തന്നെ വരുന്നുണ്ട്. ഏകദേശം 10,000 CRന്റെ IPO ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ വീണ്ടും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും IPO ഒരുപാട് വരും. അപ്പോൾ ഇത്തരത്തിൽ ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഉയർന്നേക്കാം. അപ്പോൾ മൂഡീസിൻ്റെ ആ ഒരു ഇഷ്യൂ അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം അതൊരു എൻ്റയർ ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യം തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ ഇന്നലെ നാസ്ഡാക്ക് കാണാം 1.4% ഫോള്. ഡോ കാണാം 800 പോയിന്റ് ഫോള്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഫോള്. ഇന്ത്യ വിക്സ് ഇന്ന് 2% ഫോൾ ആയിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ ഫോളാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം ഒന്നടങ്കം ഫോളാണ്. എല്ലാം ടോപ്പിൽ നിന്ന് ഗോൾഡും $26 ഇടിഞ്ഞു. ബിറ്റ്കോയിൻ മാത്രം $4,187 ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ US മാർക്കറ്റ് ഇടിഞ്ഞാൽ എൻ്റയർ മാർക്കറ്റ് ഇടിയും. അപ്പോൾ മൂഡീസിൻ്റെ ആ ഒരു ഇഷ്യൂ എല്ലാം തന്നെ വളരെയധികം പ്രസക്തിയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ലൈൻ നമുക്ക് ധാരണയിൽ വരുത്തണം. അപ്പോൾ നാളെ പറ്റുകയാണെങ്കിൽ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് മാർക്കറ്റ് ഉണ്ടാവും. കാരണം ഇന്ന് പോസ്റ്റ് മാർക്കറ്റ് ചെയ്തു, അതിനർത്ഥം നാളെയും ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. പറ്റുമെങ്കിൽ പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.